ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കപ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 100 ഗ്രാം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലോട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 2 സവാള ചെറുതായി അരിഞ്ഞതും ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 6 പച്ചമുളക് മിക്സിയിൽ നന്നായി ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണക്ക് പോയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ ഇപ്പോഴേ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അരി എത്രയാണോ വേവാൻ ആവശ്യമായിട്ടുള്ളത് അത്രയും. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത്, ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡബിൾ ആയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു ഉണക്കൽ നാരങ്ങ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ മാഗി ക്യൂബ് ചിക്കൻ സ്റ്റോക്കില്ലേ, അത് ഇടാൻ നോക്കിയപ്പോൾ ഹില പറഞ്ഞ് അവൾ ഇടാന്ന്. അപ്പോൾ അവൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് കപ്സ മസാലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 2 തക്കാളി അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് അവിടെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും ബാക്കിയുള്ള മല്ലിച്ചപ്പും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി മല്ലിച്ചപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ നാരങ്ങാ നീരും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്